എവിടേക്കാണ് പോകേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇത് ചെയ്യണം എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നാറില്ലേ? ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? എന്ത് ചെയ്യാനാ എനിക്കറിയില്ല, എന്ത് പറയാനാ എനിക്കറിയില്ല എന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ വളരെ നാച്ചുറലായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതിനുള്ള ഒരു പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ നാച്ചുറലായിട്ട് വേണ്ടേ സംസാരിക്കാൻ? അപ്പോൾ അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ പാറ്റേൺ എന്താണ് എന്നല്ലേ? ഒരു ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വേണ്ടത് ടു, അത് കഴിഞ്ഞിട്ട് വേർബ്. വേർബ് എന്താണ് അവിടെ പറയുന്നത് അതിനനുസരിച്ചുള്ള ഒരു വേർബ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ടു പ്ലസ് വേർബ്, അതാണ് പാറ്റേൺ. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ട്, വേർ, വെൻ, ഹൗ, ഹൂ, വിച്ച് ഇതൊക്കെ ആകാം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വയ്ക്കുക. അപ്പോൾ വാട്ട് എന്നാണ് വയ്ക്കുന്നതെങ്കിൽ വാട്ട് പ്ലസ് ടു പ്ലസ് വേർബ്. എന്ത് പറയാനാ എന്നാണെങ്കിൽ വാട്ട് ടു സേ, പറയുക എന്നതിന് സേ അല്ലേ? അപ്പോൾ വാട്ട് ടു സേ. ഇനി എന്ത് വായിക്കാനാണ്? എന്ത് വായിക്കാൻ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ വാട്ട് ടു റീഡ്. എന്ത് ചോദിക്കാനാ? വാട്ട് ടു ആസ്ക്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് എന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. വാട്ട് ടു സേ, വാട്ട് ടു ഡു, വാട്ട് ടു ബൈ. എന്ത് വാങ്ങാനാ? ഇനി വാട്ട് എന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് മാത്രമല്ല, നമുക്ക് വേറെയും വയ്ക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാട്ട് ടു പ്ലസ് വേർബ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം, ഒരു ആക്ഷൻ അത് ചെയ്യുന്നതിന് നമുക്കറിയില്ല. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോഴാണ് അവിടെ ഈ വാട്ട് ടു എന്ന് ഉപയോഗിക്കുന്നത്. വാട്ട് ടു ഡു എന്ത് ചെയ്യാനാണ്? വാട്ട് ടു ബൈ എന്ത് വാങ്ങാനാണ്? വാട്ട് ടു റീഡ് എന്ത് വായിക്കാനാണ്? വാട്ട് ടു റൈറ്റ് എന്ത് എഴുതാനാണ്? വാട്ട് ടു എക്സ്പ്ലെയിൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഹി ഈസ് വെരി അപ്സെറ്റ്. എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല, അവൻ വളരെ അപ്സെറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഹി ഈസ് വെരി അപ്സെറ്റ്. ക്യാൻ യു ടെൽ മീ വാട്ട് ടു ഡു നെക്സ്റ്റ്? വാട്ട് ടു ഡു, ക്യാൻ യു ടെൽ മീ, നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്ന്? വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി നമ്മൾ ഒരു പ്ലേസിനെ പറ്റിയാണ് കൺഫ്യൂഷൻ എങ്കിൽ നമുക്ക് അവിടെ വാട്ട് അല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെന്താണ്? വേർ. പ്ലേസിനെ കാണിക്കാൻ വേർ അല്ലേ ഉപയോഗിക്കുന്നത്? അപ്പോൾ വേർ ടു കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉപയോഗിക്കുക. വേർ ടു ഗോ, എവിടേക്ക് പോകാനാണ്? നമുക്ക് ആ പ്ലേസ് ശരിക്കറിയില്ല, അപ്പോൾ എവിടേക്ക് പോകാനാണ് എനിക്കറിയില്ല. വി ഡോണ്ട് നോ വേർ ടു ഈറ്റ്. വേർ ടു ഈറ്റ് ഇൻ കാലിക്കറ്റ്. കാലിക്കറ്റിൽ എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നെനിക്കറിയില്ല എന്നാണ്. വി ഡോണ്ട് നോ, വി ഡോണ്ട് നോ നമുക്ക് അറിയില്ല. വേർ ടു ഈറ്റ് ഇൻ കാലിക്കറ്റ്. കാലിക്കറ്റ് എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വേർ ടു ഈറ്റ്. ഷോ മീ വേർ ടു സിറ്റ് പ്ലീസ്. ഷോ മീ വേർ ടു സിറ്റ് പ്ലീസ്. എവിടെയാണ് ഇരിക്കേണ്ടതെന്നൊന്ന് ദയവ് ചെയ്തൊന്ന് കാണിച്ചു തരൂ. പ്ലീസ് ഷോ മീ വേർ ടു സിറ്റ്. പ്ലീസ് ഷോ മീ വേർ ടു സിറ്റ്. അപ്പോൾ പ്ലേസ് കാണിക്കാനാണെങ്കിൽ നമുക്ക് വേർ ടു ഉപയോഗിക്കാം. ഇനി ഒരു മെത്തേഡ് കാണിക്കാൻ, ഒരു എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൗ ടു. ഹൗ ടു പ്ലസ് വേർബ് ഉപയോഗിക്കാം. അവിടെ കൺഫ്യൂസ്ഡ് അബൌട്ട് മെത്തേഡ് ആണ്. ഷീ ടോട്ട് മീ ഹൗ ടു കുക്ക് റൈസ്. അവൾ എന്നെ പഠിപ്പിച്ചു എന്താണ്? ഹൗ ടു കുക്ക് റൈസ്. റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നത്. അപ്പോൾ ഹൗ ടു കുക്ക്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? ഹൗ ടു കുക്ക്. ഐ ലേൺഡ് ഹൗ ടു യൂസ് ദിസ് ആപ്പ്. ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ ഹൗ ടു യൂസ്. നോക്കൂ, വേർബ് മാറ്റി മാറ്റി ഉപയോഗിക്കുക. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് നോ, ടെൽ,
ഷോ, ടീച്ച്, ആസ്ക്, ഡിസൈഡ്, ലേൺ എന്നീ വേർബുകൾക്ക് ശേഷമാണ്. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാകും. ആ ബ്ലാങ്ക് സ്പേസിൽ എന്താണ്, വാട്ട് ടു ആണോ അല്ലെങ്കിൽ വേർ ടു ആണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് പറയുക, മനസ്സിൽ വയ്ക്കുക. ഐ ഡോണ്ട് നോ ബ്ലാങ്ക് ടു വെയർ ഫോർ ദ വെഡ്ഡിങ്. വെഡ്ഡിങ്ങിന് എന്താണ് ധരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ എന്താ വേണ്ടത്, വാട്ട് ടു വെയർ. നെക്സ്റ്റ് വൺ, ടെൽ മീ ബ്ലാങ്ക് ടു റീച്ച് യുവർ ഹൗസ്. ആൻസർ ആലോചിച്ചോ? ഹൗ ടു റീച്ച്, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തേണ്ടതെന്ന് ഒന്ന് എന്നോട് പറയൂ. നെക്സ്റ്റ് വൺ, വി നീഡ് ടു ഡിസൈഡ് ബ്ലാങ്ക് ടു ഗോ ഫോർ വെക്കേഷൻ. നോക്കുക, ഇവിടെ ഒരു പ്ലേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേർ ടു ഗോ, നമുക്ക് തീരുമാനിക്കേണ്ട ആവശ്യം ഉണ്ട്. വെക്കേഷന് എവിടെയാണ് പോകേണ്ടതെന്ന്, വേർ ടു ഗോ. അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ഡു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ന് പറയാം. വളരെ സിമ്പിൾ, ഷോർട്ടർ, ഫാസ്റ്റർ ആൻഡ് നാച്ചുറൽ വേ. ഇനി ഒരു എക്സസൈസ് കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഐ ഡോണ്ട് നോ ബ്ലാങ്ക് ടു സേ ഐ ആം സോ നെർവസ്. എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല, ഞാൻ വളരെ നെർവസ് ആണ്, ഞാൻ വളരെ പേടിച്ചിരിക്കുകയാണ് എന്നാണ്. അവിടെ എന്താണ് വേണ്ടത്, വാട്ട് ടു സേ. ഇനി 4 ബ്ലാങ്ക് സ്പേസസ് ഉള്ള 4 സെൻറ്റൻസസ് തരുന്നു. ഇത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക, മറക്കരുത്. ക്യാൻ യു ഷോ മീ ബ്ലാങ്ക് ടു ഓപ്പൺ ദിസ് ബോട്ടിൽ. നെക്സ്റ്റ് വൺ, വി മസ്റ്റ് ഡിസൈഡ് blank to meet at 5 or 6 p.m. Next one, she asked me blank to call if I need help. Last one, I don't know blank to invite. Only 5 seats left. അപ്പോൾ ഇവിടെയൊക്കെ ആൻസർ എഴുതാൻ മറക്കരുത്. ഹൗ ടു ആണോ, വെൻ ടു ആണോ, വേർ ടു, how to. Thank you.